കാർട്ടൂൺ കണ്ടിട്ട് തിന്നുകയാണെങ്കിൽ എൻ്റെ മോൻ എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. കുട്ടി നന്നായി കഴിക്കും, വയറൊക്കെ നല്ല മുട്ടി നിർത്തുന്ന പോലെ എനിക്ക് കൊടുക്കാൻ കഴിയും എന്ന് പല അമ്മമാരും പറയാറുണ്ട്. അല്ലെങ്കിൽ പറയാറുണ്ടോ, കുട്ടിക്ക് ഭക്ഷണം കഴിച്ചില്ല എന്നാണെങ്കിൽ കാർട്ടൂൺ കാണിച്ചു കൊടുത്താൽ മതി, എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മളൊരു ഭക്ഷണം കാണുമ്പോൾ നമ്മളുടെ വായിൽ ഓട്ടോമാറ്റിക്കലി ഒരു നീര് വരുന്നുണ്ട്, സലൈവ വരുന്നുണ്ട് അല്ലേ? ഇത് ആക്ച്വലി ഒരു സിഗ്നൽ നമ്മളുടെ തലച്ചോറിലേക്കും തലച്ചോറിന് നമ്മുടെ വയറിലേക്കും ആക്ച്വലി പോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സലൈവേഷൻ അവിടെ വരുന്നത്. ഇത് ഈ കുട്ടിയിൽ ഇല്ലാണ്ടായി പോകുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു സിഗ്നലൈസേഷൻ എന്താണ് എന്ന് പോലും അറിയാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് ഡൈജഷന് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. ചില കുട്ടികൾ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വയറ് മുട്ടുകയാണ്, വേദനയാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലത് കുട്ടി നേരെ ചവച്ചിറക്കുന്നില്ല, ഇറക്കിയാൽ തന്നെ പല രീതിയിൽ അത് ഡൈജസ്റ്റഡ് ആയിട്ട്, അതായത് ദഹിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് കുട്ടിക്ക് മതിയോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇതിങ്ങനെ ഫുൾ ഫോക്കസ് ഫോണിലാവുമ്പം കുട്ടിക്ക് വേണോ വേണ്ടേന്ന് പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ എന്നാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി കുട്ടീൻ്റെ ആ ഒരു സെറ്റായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി പോലും നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കുട്ടി ചിലപ്പം അത് ഫോക്കസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാണ്ടാവും. അതായത് ഭക്ഷണത്തിനോടേ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്കാവും. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഓവർ വെയിറ്റ് ആവും, ചില കുട്ടികൾ തീരെ അണ്ടർ വെയിറ്റിലേക്ക് പോകുന്ന സാഹചര്യം വരാറുണ്ട്. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ കുട്ടികളെ ഭക്ഷണം കൊടുക്കാൻ ശീലിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഫോൺ ഇല്ലാണ്ട് ഫുഡ് ഇറങ്ങില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അതില്ല എന്നാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോൺ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അക്രമാസക്തരായിട്ട് മാറാറുണ്ട്, അതായത് ഒരു അഡിക്ഷനിലേക്ക് പോകാറുണ്ട്. അപ്പം പരമാവധി നമ്മൾ ഫുഡ് കൊടുക്കുമ്പം അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കഥകളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ കൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അല്ലാത്ത പക്ഷം ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ അടക്കം ഇല്ലാണ്ടായി പോകാറുണ്ട്.